ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ വീടല്ല, ഞാൻ നിൽക്കുന്ന അവിടെ അല്ല കേട്ടോ, ഉമ്മൻ്റെ അവിടെയാണ്. എൻ്റെ പല്ല് പറിച്ചിരുന്നല്ലോ, അപ്പോൾ 2 ദിവസം ഉമ്മൻ്റെ വീട്ടിൽ പോയി നിന്നതാണ്. അങ്ങനെ മോന് ചായയൊക്കെ കുടിച്ച് പോകാൻ കേട്ടോ സ്കൂളിലേക്ക്. അവർക്ക് പരിപാടിയാണ്, ഓണത്തിൻ്റെ സെലിബ്രേഷനാണ്. അങ്ങനെ പിന്നെ ഇവിടെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വെള്ളപ്പമാണ് കേട്ടോ. പല്ലുകൊണ്ടൊന്നും കടിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെള്ളപ്പം പാല് അങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് നാത്തൂന്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഉമ്മൻ്റെ ആഭരണപ്പെട്ടിയാണ്. ഉമ്മൻ്റെ ആഭരണപ്പെട്ടിയിൽ എൻ്റെ ഗുളി അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മൻ്റെ ഗുളികകളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഉമ്മ എടുത്തു വെച്ചതാണ് അതിൽ എൻ്റെ ഗുളിയും കൂടി. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഗുളി എടുക്കാൻ നേരത്തെ ഇത് കണ്ടപ്പോൾ ഞാൻ നെട്ടിയിട്ടൊന്നുമില്ല, കാരണം എനിക്കറിയാമല്ലോ ഇതൊക്കെ ഉമ്മൻ്റെ ഗുളിയാണെന്നുള്ളത്. എല്ലാ തരത്തിലും പല കളറിലും ഉണ്ട് കേട്ടോ സംഭവങ്ങൾ, ഒന്നൊന്നല്ല, ഒരു 10-20 ഉണ്ട്. പിന്നെ അവിടെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് കഴിക്കാൻ പറ്റില്ല, എനിക്ക് കഞ്ഞി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങനെയുള്ള ഓരോ പരിപാടിയിലാണ്. ഞാൻ അടുക്കളയിലേക്ക്, എനിക്ക് ഫുൾ റെസ്റ്റാണ് എന്തായാലും 2 ദിവസം. എനിക്ക് പല്ലുകൊണ്ട് അല്ല സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ വോയിസ് ഓവറൊന്നും കൊടുക്കാതെ 2 ദിവസം കഴിഞ്ഞത് കേട്ടോ. അപ്പം ഇത് ആയിഷൻ്റെ കിളിയാണ്, പാവാണ്. അതിൻ്റെ ഒരു തുണ ഉണ്ടായിരുന്നു, അത് ചത്തുപോയി. അതിങ്ങനെ കുറേ കാലമായി അങ്ങനെ തന്നെ കിടക്കുന്നത്. പിന്നെ ഐസിന് നല്ല ഉറക്കത്തിലാണ്. ഈവനിങ്ങിനാണ് കേട്ടോ, നമ്മളൊന്ന് പുറത്ത് നമ്മളെ മുറ്റത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ചെയറൊക്കെ ഇട്ടിട്ട് മോനായിട്ട്, അപ്പം അവൾ അടിച്ചു വരാണ്, അതെൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. അപ്പോൾ മോൻ്റെ ആ ടൈം നോക്കിയിട്ട് അവൾക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അവന് ഉണർന്നാലൊക്കെ കരിച്ചിൽ അങ്ങനെയൊക്കെ ആണല്ലോ, അപ്പോൾ അവൻ്റെ അതിനനുസരിച്ചിട്ടാണ് ജോലികളൊക്കെ. അപ്പോൾ ചായക്ക് ചിക്കൻ റോളും സമൂസയൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം, എനിക്ക് ബണ്ണ് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ അങ്ങനെയാണ്, കഞ്ഞി ബണ്ണ് അങ്ങനെയൊക്കെ. പിന്നെ ആയിഷയ്ക്ക് പിറ്റേന്ന് സെലിബ്രേഷനൊക്കെ ഉണ്ടോ ഓണത്തിൻ്റെ, അതിന് വേണ്ടിയിട്ട് പട്ടുപാവാടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഇതാക്കാണ് കേട്ടോ, വാങ്ങി കൊണ്ടുവന്നാണ്. അപ്പോൾ അത് കണ്ടിട്ട് വേറൊരാൾക്ക് ഇവിടെ വല്ലാത്തൊരു അസൂയ എൻ്റെ മോൾക്ക്. അവളെ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ ഭയങ്കര സങ്കടം. അപ്പോൾ ആയിഷേൻ്റെ പട്ടുപാവാടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ മുല്ലപ്പൂ വാങ്ങിയതാണ്, ഇത് പിറ്റേന്നാണ് കേട്ടോ. അവൾ മുല്ലപ്പൂ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരിക്കണ്. ഈ ഒരു മുല്ലപ്പൂവിന് 150 രൂപ. എനിക്ക് ഭയങ്കര അതിശയായിപ്പോയി, കാരണം എല്ലാത്തിനും ഓഫറും ഇതൊക്കെ ഉണ്ട്, ഇതിന് മാത്രം ഇപ്പോൾ ഈ വില കൂടിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അവളെ ഭയങ്കര അടിപൊളി പരിപാടിയൊക്കെ ആണല്ലോ സ്കൂളിൽ, സദ്യയൊക്കെ തന്നെ ഉണ്ട്, നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ്, പായസമൊക്കെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ പൊതുവേ ഉണ്ടാവല്ലോ അത്. അപ്പോൾ ഭയങ്കര ഫോട്ടോഷൂട്ടിലും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവർ അന്ന് നെയ്ച്ചോറും ഇസ്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല സ്മൂത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇസ്റ്റു കറിയൊക്കെ ഉണ്ടാക്കിയത്. എനിക്ക് എന്തായാലും ബിരിയാണി ഇതൊന്നും കഴിക്കാൻ പറ്റിയില്ല, അപ്പോൾ ഇറച്ചിയൊന്നും കഴിക്കണില്ല. മീനുണ്ടായിരുന്നു കേട്ടോ, മീൻ വറുത്തത്. എന്തായാലും എനിക്ക് ഭക്ഷണം കഴിക്കണം, കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. എങ്ങനെയെങ്കിലും ഞാൻ കഴിച്ചിടും, പല്ലിൻ്റെ വേദന ഒന്നും ഞാൻ നോക്കിയില്ല. ഇനി ഞാൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഉമ്മ എൻ്റെ കൂടെ വരുന്നുണ്ട്, കാരണം നാത്തൂന് അവളെ വീട്ടിലേക്ക് പോവാണ്. അവൾക്കും പല്ലിന് അത്യാവശ്യം എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, അപ്പോൾ സർജറി ചെയ്തിട്ട് ആ പല്ലെടുക്കണം. അപ്പോൾ 2 ദിവസം റെസ്റ്റാണ്, അതുപോലെ വെക്കേഷൻ ആണല്ലോ, അപ്പോൾ അങ്ങനെ 2 ദിവസം പോയി നിൽക്കുകയാണ് അവളെ വീട്ടിലേക്ക്. അപ്പോൾ ഉമ്മ എന്തായാലും ഒറ്റക്കാവും എൻ്റെ വീട്ടിലേക്ക് വരാണ്. അപ്പം പോയ മാതിരിയല്ല, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരുമ്പോൾ കൊണ്ടുവരാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ ആയിട്ട് ഇത് പിറ്റേ ദിവസമാണ്. അപ്പോൾ മോന് ഫ്രണ്ട്സുകളാണത്, അവർ നേരത്തെ തന്നെ വന്ന് ബെല്ലടിച്ചിട്ട് അവർ തൊട്ടടുത്തുള്ള പറമ്പിൽ ഫുട്ബോളൊക്കെ കളിക്കാൻ പോവാണ്. പിന്നെ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഇഡ്ഡലി മാവ് ഉണ്ടായിരുന്നു കേട്ടോ, അത് നല്ലോണമൊക്കെ പൊന്തി വന്നിട്ടുണ്ട്, ഒരു പാത്രത്തിലാക്കി വെച്ചതായിരുന്നു ഞാൻ. അപ്പോൾ നല്ല തെറ്റില്ലാത്ത രീതിയിൽ, ഇനി എന്താണെന്നറിയില്ല ചുട്ടാൽ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ദോശയാണോ ഇഡ്ഡലിയാണോ എന്നുള്ളത് കുറച്ച് കൺഫ്യൂഷനിൽ നിന്ന്, അപ്പോൾ ഞാൻ ഫൈനലി ഇഡ്ഡലി ആക്കാമെന്ന് വെച്ചു. ദോശ ആകുമ്പോൾ എന്താണെന്ന് അറിയോ പ്രശ്നം, അവർക്ക് ചൂടോടെ ഞാനിങ്ങനെ ചുട്ട് കൊടുക്കണം, ഓരോരുത്തർ ഇടിക്കുന്നതനുസരിച്ചിട്ട്. അപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല, ഞാൻ ആ കിച്ചണിൽ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇഡ്ഡലി ആയാൽ പ്രശ്നമില്ലല്ലോ, അതിങ്ങനെ ചുട്ടാൽ ആ കെസ്ട്രോളിലാക്കി വെച്ചാൽ മതി. അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിന് നല്ലൊരു ചട്നി ഉണ്ടാക്കി.
അപ്പം അന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവിടെ കഴിഞ്ഞു. പിന്നെ ഉച്ചക്കത്തേക്ക് ഉള്ള തിരിഞ്ഞപ്പോൾ എനിക്ക് കുറേ കുഞ്ഞു കുഞ്ഞു മത്തിയില്ലേ, കുഞ്ഞൻ മത്തി, അതും പിന്നെ എന്തൊക്കെയോ അതിൽ അയില അങ്ങനെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടോ എനിക്ക് അങ്ങനെ കുറേ കണ്ടില്ലേ അത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുറിച്ച് ആയി വരണം. അപ്പോൾ അത് ആ പരിപാടിയാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവിടെ എന്തോ ഓർക്കുന്നത്, അപ്പോൾ മദ്രസയിലുള്ള പരിപാടി ഉണ്ട് നമ്മളെ നബിദിനത്തിൻ്റെ. അപ്പോൾ അവിടുന്ന് ഒരു കുട്ടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നമ്മളെ ഓണർ വീട്ടിലാണ് സംഭവം. അപ്പോൾ അവിടുത്തെ മദ്രസത്തെ കുട്ടികളെ ഓരോ മക്കളെ പഠിക്കുന്ന മദ്രസത്തെ മക്കളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇത് പഠിപ്പിച്ചു കൊടുക്കുക. ഘോഷയാത്രയൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അത് എന്താണെന്ന് വെച്ചാൽ ഈ ചെമ്പും പാത്രങ്ങളൊക്കെ ഇറക്കിയതാണ് കേട്ടോ. നമ്മുടെ നബിദിന പരിപാടിക്ക് ഫുഡ് കൊടുക്കുമല്ലോ, അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ഇറക്കി വെച്ചതാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു പന്തലൊക്കെ കിട്ടിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഫുഡ് കൊടുക്കലും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് നല്ല മഴയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് ഇവിടെ വെച്ചിട്ട് ആൾ വരും. അപ്പം ബിരിയാണിയാണ് ഉണ്ടാവൽ. എൻ്റെ ചോറും കറിയൊക്കെ അയക്കണം കേട്ടോ, ചോറ്. പിന്നെ ഞാൻ ആ കുഞ്ഞൻ മത്തിയൊക്കെ മുളകിട്ടതാണ്. അപ്പം അത് മുളകിട്ട്, പിന്നെ നെത്തലുണ്ടായിരുന്നു അത് പൊരിച്ച്, പിന്നെ വെണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇന്നത്തെ എൻ്റെ ചോറും കറിയൊക്കെ. അപ്പം എന്തായാലും ഞാനിനി മുതൽ കിച്ചണിൽ തന്നെ ആയിരിക്കും. കുറച്ച് റെസ്റ്റ് കിട്ടിയെന്നുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ തന്നെ. പിന്നെ മോള് ഇത് കൂട്ടാത്തതിനുണ്ട്, മീൻ കഴിക്കാത്തതിനുണ്ട്, സോയാബീൻ ഉണ്ട്. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് ഇപ്പോഴാണ് ഞാനൊന്ന് കാലിയായി കാണുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് നിറവുണ്ടാവും, ഇപ്പോൾ നിന്ന് നല്ലോണം കാലിയായിട്ട് കണ്ടു. പിന്നെ ഇത് ഇരുമ്പൻ പുളിയാണ് കേട്ടോ, അത് ഉപ്പിലിട്ട് വെച്ചതാണ്. പിന്നെ എല്ലാവരുടെ കുളിയും ഫ്രഷ് ആയൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒളിഞ്ഞ് നോക്കിയപ്പോൾ ആളെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അത് കുളിച്ച് കഴിഞ്ഞിട്ടപ്പം കുറേ കണ്ണാടിയിൽ സീനൊക്കെ ഉണ്ടാവും, നോക്കണ്ട. പിന്നെ ഇവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ട് കേട്ടോ, അവളെ മക്കളുണ്ട്. പിന്നെ മോന് രാവിലെ എണീറ്റതിൻ്റെ ക്ഷീണം പൊതിച്ച് കിടന്നുറങ്ങി തീർക്കാം കേട്ടോ. എന്തുകൊണ്ടും ഈ ഓണ വെക്കേഷന് അടിപൊളിയായിരിക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മളെ കോഴിക്കോടുകാർക്ക്. ലുലു ഒക്കെ വന്നാണല്ലോ പുതിയതായിട്ട്, അപ്പോൾ അവിടെയൊക്കെ പോയി കാണാം. പിന്നെ മിലാദ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ.